പണ്ടത്തെ ജനറേഷനും ഇപ്പത്തെ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വീഡിയോന്റെ കോണ്ടന്റ്. അപ്പൊ നമ്മൾ അമ്മൂമ്മയായിട്ട് ഒരു ഫണ്ണായിട്ട് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്നാ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നല്ല, എപ്പോഴാണ് അപ്പൂപ്പനെ ആദ്യമായിട്ട് കണ്ടത്? ആദ്യത്തെ കണ്ടും മുട്ടിയത് എപ്പോഴാണ്? അപ്പൊ അമ്മൂമ്മ ഇൻസ്റ്റാഗ്രാമിലുണ്ടാ? ഓ, ഒന്നറിയാത്ത പോലെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? അക്കൗണ്ടൊന്നുമില്ലേ? എന്ത് ഗൈസ്, രാത്രി ഒരു 1 മണിക്കൊക്കെ അമ്മൂമ്മ ആക്റ്റീവ് ആവുക. അപ്പോഴാണ് ശരിക്കും അപ്പൂപ്പനെ കാണുന്നത്. അപ്പഴൊന്നും കണ്ടില്ല, കല്യാണം കഴിക്കുമ്പോഴേ കണ്ടുള്ളൂ. അതാ സീരിയസ് ആയിട്ടാണ്. അമ്മൂമ്മ ഇത്തിരി സീരിയസ് ആണ്, നിങ്ങൾ പേടിക്കണ്ട. സീരിയസ് ആയിട്ട് വേണ്ട, കുറച്ചൊരു എന്താ നമുക്ക് ഇപ്പോൾ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ഇപ്പോഴത്തെ കുട്ടികള് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, പക്ഷെ കുരുമുളക് പറിക്കാൻ വരെ വന്നത്. അല്ല, മാമൻ കുറുമ്പിയായിരുന്നോ? കുറുമ്പ കുറച്ച് കുറുമ്പലുണ്ട്. അത് ചിപ്പി ചേച്ചീനെ സംശയിച്ച ഭംഗിക്ക് വേണ്ടി എന്ത് റെമഡീസും കാര്യങ്ങളൊക്കെ ഭംഗിയ അങ്ങനത്തെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷാർപ്പ് ക്രോസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വെച്ച്. അപ്പൊ ആദ്യം തന്നെ എന്റെ അമ്മൂമ്മേനെയാണ് വിളിച്ചിരിക്കുന്നത്, ജാനകി. പിന്നെ എന്റെ ചേച്ചിയും അപൂർവ കീരിയോടിനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങളൊരു പോഡ്കാസ്റ്റിൽ അറിയാലോ, ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മേന്റെ പഴയ കാലത്ത് അമ്മൂമ്മേന്റെ കുറച്ച് കാര്യങ്ങളും ഇപ്പത്തെ പുതിയ ജനറേഷൻ, അപ്പൊ രണ്ട് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടോക്ക് ചെയ്യണത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാം അമ്മൂമ്മേന്റെ അടുത്ത്. അമ്മൂമ്മേന്റെ നാട് എവിടെയാണ്? എന്റെ നാട് കേരളം തന്നെയാണ്, തലശ്ശേരി എന്ന സ്ഥലത്ത്. ആ, തലശ്ശേരിയിലാണ്. അപ്പൊ സീരിയസ് ആയിട്ടാണ്. അമ്മൂമ്മ ഇത്തിരി സീരിയസ് ആണ്, നിങ്ങൾ പേടിക്കണ്ട. സീരിയസ് ആയിട്ട് വേണ്ട, കുറച്ചൊരു എന്താ പറയാ, നോർമൽ ആയിട്ട് ചോദിക്കാൻ തോന്നണ്ട, നമ്മള് സംസാരിക്കാന്നുള്ള രീതിയിൽ ശരി പറഞ്ഞാൽ മതി. ആ, അപ്പം തലശ്ശേരിയിലായിരുന്നു അമ്മൂന്റെ ജീവിതം. തലശ്ശേരി ടൗണിൽ തന്നെയാണ് വീട്. എവിടെയാണ്? ചിറക്കര എന്ന് പറയും. ചിറക്കലാണ്. ഗ്രാമം, ചിറക്കര ഗ്രാമമൊന്നുമില്ല, ടൗണാ. ടൗൺ. അവിടെ അമ്മൂമ്മ ജനിച്ചു വളർന്നതൊക്കെ അവിടെയല്ല. അപ്പൊ അമ്മൂമ്മ ഈ കുട്ടിക്കാലത്ത് എന്തായിരുന്നു അമ്മൂമ്മന്റെ ഹോബീസും? ഈ ഞാൻ പറയുന്നേക്ക് ഇപ്പൊ ഇങ്ങനെ കളിക്ക് ഫണ്ണായിട്ട് ചെയ്യില്ലേ നമ്മള്, എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യാറ്? അപ്പൊ ഞങ്ങള് എന്റെ മാമന്റെ കൂടിയാ താമസിച്ചത്. അമ്മയും അച്ഛനും അന്യരാജ്യത്തായിരുന്നു ജോലിയായിട്ട്. അപ്പൊ അവര് ഞാൻ പഠിക്കണ്ട സ്കൂൾ പോണ്ട കാരണം എന്നാ ഇവിടെ ആക്കിയിട്ട് അവര് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കും. കൊല്ലത്തിൽ 1-2 പ്രാവശ്യം അന്വേഷിക്കും. പിന്നെ വെക്കേഷൻ എന്നെ കൊണ്ടുപോകും. കുറുമ്പിയായിരുന്നോ? കുറുമ്പ കുറച്ച് കുറുമ്പലുണ്ട്. അങ്ങനെ പറയിച്ചു, എന്നാലേ കുറുമ്പിയാന്ന് പറയും, സമ്മതിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറുമ്പൊക്കെ ഉണ്ട്. അവരൂടെ ആൺകുട്ടികളല്ലേ, അവരൂടെ ഓടും ചാടും. ചേച്ചിയായിരുന്നോ അമ്മൂമ്മയായിരുന്നോ കുറുമ്പി ആ ഒരു സമയത്ത്? അങ്ങനെ നോക്കി ഇപ്പൊ ഇങ്ങനെ അത് നോക്കുമ്പോ ചിപ്പി ചേച്ചീനെ സംശയിച്ച. അതിന് ഞാൻ ഫസ്റ്റ് അടിച്ചു. അത് പേച്ച് ജയിച്ചുട്ടാ, 1 പോയിന്റ്. ഒരു കയ്യടി കൊടുക്കുക പേച്ചിക്ക് എല്ലാരും. അപ്പം സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു അല്ലേ? അപ്പൊ സ്കൂളിൽ എങ്ങനെയാ പോയിണ്ടായിരുന്നു? ഇപ്പം ബസ് വരും, നമ്മള് പോവാ. അതെങ്ങനെയായിരുന്നു അവിടെ? കാറിൽ കൊണ്ടുവിടും. ഏത് കാറ്? അംബാസിഡർ. അംബാസിഡറാ? അന്നത്തെ കാലത്ത് ചെപ്പ ഇപ്പത്തെ ലംബോർഗിനി. വലിയ ആളാണ് കേട്ടോ. ഞാൻ അഭിമാനിക്കട്ടെ, എനിക്ക് വയ്യ. നമ്മളിപ്പോഴും മാറിയില്ല. ഇപ്പൊ ഇല്ല തോന്നുന്നു. ഇപ്പൊ ഉണ്ട്. ഇപ്പം പിള്ളേര് ടാക്സി പോലല്ലേ പിള്ളേര് വാങ്ങണ്ട്, മോഡ് ചെയ്തിട്ട് വിന്റേജ് ആയിട്ട് വാങ്ങണ്ട്. അമ്മ അംബാസിഡർ. അപ്പം സ്കൂൾ അടുത്ത് തന്നെയായിരുന്നു. സ്കൂള് അടുത്ത് തന്നെ, ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ അമ്മന്റെ തലശ്ശേരിയിലെ സ്കൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് പോകണം. അമ്മമ്മന്റെ ലുക്ക് ഭംഗിക്ക് വേണ്ടി എന്ത് റെമഡീസും കാര്യങ്ങളൊക്കെ? ഭംഗിയ അങ്ങനത്തെ ഹോം റെമഡീസ് ഒന്നുമില്ല. വെറുതെ എണ്ണ തേച്ച് കുളിക്കും. എണ്ണ തേച്ച് കുളിച്ച ഇത്ര ലുക്ക് വരും. എന്താ എന്ത് ലുക്കുള്ളത്? അത്ര നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ഇപ്പൊ ഈ ഇതിലിപ്പൊ കാണും അമ്മമാരെ പണ്ടത്തെ ഇതൊന്നല്ല, വേറെ ലുക്കായിരുന്നു. പണ്ട് അപ്പൂപ്പൻ പോകുമ്പോ അങ്ങനെ ആൾക്കാര് പറയും. പറഞ്ഞു തരുന്നില്ല. സത്യം പറഞ്ഞത് കൈമാറി വരണം എന്നാണ് നമ്മൾ, പക്ഷെ നമുക്കും പറഞ്ഞു തരുന്നില്ല. എന്താ ചെയ്യാ? നമ്മളൊക്കെ ഇപ്പൊ ക്രീമൊക്കെ വാങ്ങുകയല്ലേ ചെയ്യാ, അല്ലെ? പേച്ചൊക്കെ കൊറേ ക്രീം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അമ്മൂമ്മ അങ്ങനെയൊന്നല്ല. ഞാൻ അങ്ങനെയൊന്നും തേക്കില്ല ക്രീമൊന്നും. എനിക്ക് പേടിയാ മുഖെല്ലാം
കേടാവുന്ന ഞാൻ വിചാരിക്കുക. കണ്ണ് കണ്ട ക്രീമൊക്കെ വരുത്തി വെച്ച്. പിന്നെ അതില് അമ്മൂമ്മയുടെ അച്ഛൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആള് അമ്മ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് കലാമിൻ പൗഡറിനെ കുറിച്ച്. അച്ഛൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുതരും കലാമിൻ പൗഡർ, പിന്നെ അമൃതാഞ്ജൻ, ഇതെല്ലാം അച്ഛൻ തന്നെ സ്വന്തം ഉണ്ടാക്കി കൊണ്ടുതരും. അപ്പൊ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് മാത്രമേ അപ്പൊ തേക്കുള്ളൂ, അല്ലാണ്ടുള്ള പരിപാടിയൊന്നും മഞ്ഞള് അതേപോലെ കടലമാവ് അങ്ങനത്തെ സാധനം ഒന്നും തേക്കില്ല. ഒന്നുമില്ല. വെളിച്ചെണ്ണ തേക്കും. അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ ലുക്ക് ആവണമെങ്കിൽ ഇത് ചെയ്താൽ മതി, വെറുതെ എണ്ണയിട്ട് കുളിക്കുക, സിമ്പിൾ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അമ്മൂമ്മേന്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്പീസ്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൂലോ, അപ്പൊ ഇങ്ങനെ കൈമാറി വരില്ലേ, അപ്പൊ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അമ്മ മീൻകറി എല്ലാം അസലായിട്ട് വെക്കും. ഞാനതിൽ കുറച്ച് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് മാത്രം. ഇപ്പൊ ചെറുതല്ലേ, അങ്ങനെ പഠിക്കേണ്ടതില്ല. വീട്ടില് ജോലിക്കാരെല്ലാം ഇല്ലതാ, അപ്പൊ അവരാ ചെയ്യ പണി. അടുക്കളയില് ഒരു ജോലിക്കാരത്തിയുണ്ട്, പുറത്തൊരു ജോലിക്കാരത്തിയുണ്ട്. അന്നേന്റെ ജോലിക്കാരിട്ട് അതും എത്ര എണ്ണം? 3 പേരാ? 2 ആളുണ്ട്. 2 ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, അമ്മൂമ്മേന്റെ ഇപ്പൊ പറഞ്ഞ മീൻകറി ഇല്ലേ, അത് ഈ ചാനലിലുണ്ട്, ഫുൾ വീഡിയോ. അമ്മൂമ്മേന്റെ ചാനലാ ജെന്നീസ് കിച്ചൺ, അതില് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ അടിപൊളി തലശ്ശേരി സ്റ്റൈല് മീൻകറി വേണമെങ്കിൽ അതിൽ പോയിട്ട് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് എല്ലാരും കൗതുകം മറ്റേ ക്യൂരിയസ് ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. എപ്പോഴാണ് അപ്പൂപ്പനെ ആദ്യമായിട്ട് കണ്ടത്? ആദ്യത്തെ കണ്ണും കണ്ടും മുട്ടിയത് എപ്പോഴാണ്? അപ്പൂപ്പ വീട്ടില് വന്നതാണ്. അന്ന് ഈ കുരുമുളക് ഇതെല്ലാം ഉണക്കുന്ന ഒരു സമയമായിരുന്നു പറിച്ചിട്ട്. അപ്പൊ മാമന്റെ കൂടെ ഷോപ്പ്, വലിയ ഷോപ്പുണ്ട് മാമന്, ആയുർവേദ ഷോപ്പ്. അപ്പൊ അവിടെ അപ്പൂപ്പന്റെ ചേച്ചി പിന്നെ വേറൊരു ആള് കൂടി വന്നിരുന്നു. അപ്പൊ അവര് ഇങ്ങനൊക്കെ പെണ്ണന്വേഷിച്ചിട്ട് വന്നപ്പോ ഇവിടെ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മാമന്റെ കൂടെ അവര് വന്നു. അങ്ങനെ കണ്ട. എനിക്ക് എന്താന്നൊന്നും മനസ്സിലായിരുന്നില്ല. കുരുമുളക് പറിക്കാതെ വന്നു. അല്ല, മാമൻ വരുമ്പോ ചോദിച്ചു കുരുമുളകെല്ലാം ഉണങ്ങിയോ എന്ന് ചോദിച്ചിട്ടാന്ന് വന്ന. ഉണക്കിയോ എന്ന് ചോദിച്ചു. ഉണങ്ങിക്കൊണ്ടിരിക്കുക, 2 ദിവസം കൂടി ഉണങ്ങണം, അപ്പൊ ശരിയാവുന്ന. അപ്പോഴാണ് മനസ്സിലായിട്ടില്ല. പക്ഷെ സംഭവം എന്താണ്? പെണ്ണ് കാണാൻ വന്നതാണോ? പക്ഷെ പെണ്ണ് കാണാൻ വന്നത്, അല്ലാതെ ഇങ്ങനെ ചായ കൊടുക്കുക അങ്ങനെ അല്ല. അവര് വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വന്ന, മാമന്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ അമ്മൂമ്മേന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ചിപ്പി ചേച്ചിന്റെ അടുത്ത് പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് റെഡി ആയിട്ടാ നിന്നുണ്ടായിരുന്നു. ഇത് കുരുമുളക് എടുക്കാൻ വരികയാണ്. അപ്പൊ അങ്ങനെയാണ്. വീട് ഡ്രസ് ഒന്നും മാറ്റിട്ടൊന്നല്ലോ വീട്ടില്. ചിപ്പി ചേച്ചി ഇനി പറഞ്ഞ ഇനി എങ്ങനെയായിരുന്നു ചിപ്പി ചേച്ചിന്റെ? മാട്രിമോണി വരെയാണ് നമ്മുടെ ചെക്കൻ അളിയൻ വന്നത്. അപ്പൊ വീട്ടുകാരിതാക്കിയത്. നമ്മളന്ന് എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, പെണ്ണ് കാണാൻ വരുന്ന ആളിങ്ങനെ വെൽക്കം ചെയ്യാൻ എല്ലാരും റെഡി ആയിട്ട്. അപ്പൊ സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ. ആദ്യം സംസാരിച്ചാണല്ലോ ഇപ്പൊ കാണാൻ വരുന്നത്. അമ്മൂമ്മ ആദ്യമായിട്ട് കുരുമുളകിന്റെ കഥയാണ് പറയണത്. അത് അമ്മൂമ്മക്ക് അറിയില്ലേ പെണ്ണ് കാണാൻ വന്നത്, കുരുമുളക് വാങ്ങാൻ വന്ന ആളാന്ന് വിചാരിച്ചിരിക്കും. പിന്നെ കല്യാണത്തിന്റെ കാര്യം പറ. കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അപ്പൊ കല്യാണത്തിന്റെ തലേന്ന് ഞങ്ങള് വീട്ടിൽ നിന്ന് പോയി തൃശ്ശൂർ ഒരു ഏത് ഹോട്ടലിലാന്ന് എനിക്ക് നല്ലൊരു ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്ന് കാലത്താണല്ലോ കല്യാണം. അവിടുന്ന് ഗുരുവായൂർ. അപ്പോഴാണ് ശരിക്കും അപ്പൂപ്പനെ കാണുന്നത്. അപ്പോഴൊന്നും കണ്ടില്ല, കല്യാണം കഴിക്കുമ്പോളെ കണ്ടുള്ളൂ. അതാ പറയണ, അതാണ് വ്യത്യാസം പറഞ്ഞത്. ഇതിന് മെയിൻ സംഭവം ഇപ്പോഴും പേര് പറഞ്ഞില്ലേ, മാട്രിമോണി ഇതാക്കി സംസാരിച്ച് ഇതൊക്കെ ഉണ്ട്, വീഡിയോ കോളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ഈ അമ്മൂമ്മേന്റെ കാലഘട്ടം എന്ന് പറയുമ്പോ അങ്ങനെയൊന്നുമില്ല. കല്യാണത്തിനാണ് കാണുന്നത് ചെക്കനെ. അപ്പൊ അമ്മമ്മയ്ക്ക് ഒന്നും തോന്നിയില്ല ഇതാണ് എന്റെ ജീവിതം മൊത്തം ഇനി പോവാൻ പോണ ഈ ഒരു മനുഷ്യന്റെ കൂടെയാണെന്നൊക്കെ? പേടിയുണ്ടായിരുന്നു. എങ്ങനെയാ പോയി മനുഷ്യൻ എന്നല്ലൊരു പേടി. പിന്നെ വീട്ടുകാരെ ഇഷ്ടം, നമ്മളൊന്നും പറയില്ല. അങ്ങനെ ആലോചിച്ചെങ്കിലും ഞാൻ പറയില്ല. അമ്മ പണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, വീട്ടില് പോവാ, വീട്ടിൽ നിന്ന് നേരെ സ്കൂള്,
അങ്ങനെ കുതിര പോണ പോലെ പറഞ്ഞില്ല അമ്മൂമ്മ. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നില്ലേ? ഇപ്പത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ. അതെ അതെ. അന്നാ ഭയങ്കര പ്രശ്നല്ലേ, നമ്മള് ഒരാളെ കണ്ട് സംസാരിക്കൊക്കെ ആണെങ്കിൽ. അതാണ് വ്യത്യാസം. ഇന്നും പ്രശ്നമൊക്കെ ഉണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ അന്നത്തെ അത്ര പ്രശ്നമൊന്നും ഇല്ല. ശരിയാ. പണ്ട് ചിലപ്പം അടിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ അടിച്ച് ചന്തി ഓട്ടയാക്കും. അത് കത്തിയേണ്ടി വരും. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മൂമ്മക്ക് ഇപ്പത്തെ ജനറേഷന് ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, പ്രണയം, കാര്യം, അങ്ങനത്തെ കാര്യത്തിൽ എന്താ നമുക്ക് ഇപ്പോൾ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ഇപ്പോഴത്തെ കുട്ടികള് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പക്ഷെ വീട്ടുകാരെ അന്വേഷിക്കും, നല്ല ആളാണോ, അങ്ങനെ വീട്ട് കുടുംബം എല്ലാം എന്താണ് എന്നൊക്കെ അന്വേഷിക്കും. ഉറപ്പാണല്ലോ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു വീട്ടില് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിരിക്കും. ജാതകത്തെ വിശ്വസിക്കുന്ന ഫാമിലിയാണല്ലോ. അപ്പൊ നമ്മള് ജാതകം വിശ്വസിക്കും. ജാതകെല്ലാം നോക്കിയിരുന്നു. ജാതകെല്ലാം നോക്കി വിശ്വാസ ജാതകത്തില് എനിക്കത്ര വിശ്വാസമൊന്നും ഇല്ലാതെ, പക്ഷെ വീട്ടുകാർക്ക് വിശ്വാസമായതുകൊണ്ട് എനിക്കും വിശ്വാസമൊന്നും ഇല്ല. പക്ഷെ നമ്മളത് വിശ്വസിച്ച് പോവുക, ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനെയാണ് പോവാണ്. പക്ഷെ ആ ഫ്ലോയില് പോയോണ്ട് ആർക്കും ഇതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും അല്ല, എല്ലാം പോസിറ്റീവായിട്ടാ പോണം. അപ്പൊ നമ്മളങ്ങനെ പോണോണ്ട് തെറ്റില്ലേ. അമ്മൂമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ്. അപ്പൂപ്പൻ ഇവിടെ തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരിക്കാണോ വന്നത്? കല്യാണം കഴിഞ്ഞ തൃശ്ശൂര് അപ്പൂപ്പന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പിന്നെ മെയ്യിലാ കല്യാണം കഴിഞ്ഞു. മെയ് 20th. മെയ് 20th 62-ലാണ് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയാ? പിന്നെ 2-3 ദിവസം ഇവിടെ നിന്ന് എന്നിട്ട് പോയി. അപ്പൊ ലീവ് അധികം ഉണ്ടായിരുന്നു. അമ്മൂമ്മ അതുവരെ ഇങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേരളത്തിന്റെ പുറത്താകുമ്പോ പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അല്ലേ? അപ്പൊ എന്താ പോയിരുന്നു, അച്ഛനും ജോലിയുടെ സ്ഥലത്തെല്ലാം പോയില്ലേ. പിന്നെ പെട്ടെന്നൊരു മാറ്റാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ഫീലിങ്? ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഒറ്റക്ക പോണ എന്താ ഇനി ഒറ്റക്ക് എങ്ങനെയാ? അപ്പൊ അച്ഛനും കൂടെ വന്നു. ഒരു ധൈര്യത്തിന് അച്ഛനെയും കൊണ്ടുപോയി. അപ്പൊ വീട്ടിലെല്ലാം എല്ലാ സാധനങ്ങളും, ഡ്രസ്സിംഗ് ടേബിൾ അടക്കം എല്ലാതും ഉണ്ട്. പാത്രങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേരെ പോയി ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആദ്യമെല്ലാം പച്ചരിയാ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം സ്റ്റൗ, നമ്മൾ അടുപ്പൊന്നുമില്ല, നല്ല സ്റ്റൗ ഇല്ല. പിന്നെ അങ്ങനെ പിന്നെ അപ്പൂപ്പൻ ഡ്യൂട്ടിക്കെല്ലാം പോകുമല്ലോ. എന്തായിരുന്നു ജോലി? അപ്പൂപ്പൻ മെയിൻ എക്സ്പ്രസ്സിലെ ചീഫ് ഗാർഡായിരുന്നു. അത് ഭയങ്കര നല്ല പോസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് 64-ലാ പ്രസവിച്ചത്. അമ്മ ജനിക്കണ 64 വന്നു. അത് അമ്മ എവിടെയായിരുന്നു ജനിച്ചത്? തൃശ്ശൂരായിരുന്നു. അമ്മ തൃശ്ശൂർ അല്ല, തൃശ്ശൂരല്ല, അമ്മ തലശ്ശേരി. തലശ്ശേരി പോയല്ലോ പ്രസവം. അപ്പം പറഞ്ഞു പോണ്ട, അവിടെ തന്നെ ആൾക്കാരെ വെക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പേടി. അപ്പൊ ആ വീട്ടിൽ നിന്നോ വീട്ടില് അതൊരു വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ചിലപ്പോ ചില ആൾക്കാർ അറിവില്ലായ്മയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ. പക്ഷെ ഡോക്ടറൊക്കെ വന്നിട്ട് 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മമ്മ വന്നത്. നമ്മുടെ മമ്മ വന്നപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൂപ്പന് പ്രൊമോഷൻ കിട്ടി. കൺട്രോളായിട്ട് പ്രൊമോഷൻ. അത് മാറ്റാം. അത് ഹുബ്ലിക്ക് മാറ്റായി. കർണാടക സ്റ്റേറ്റ്. അമ്മൂമ്മ ഇൻസ്റ്റാഗ്രാമിലുണ്ടാ? ഒന്നറിയാത്ത പോലെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? അക്കൗണ്ടൊന്നുമില്ല. എന്ത് ഇൻസ്റ്റാഗ്രാം അമ്മ നോക്കാറുണ്ട്. നമ്മളെന്തായാലും അത് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഞാന് ദുബായിൽ നിന്നൊക്കെ നോക്കുമ്പം രാത്രി ഒരു 1 മണിക്കൊക്കെ അമ്മൂമ്മ ആക്റ്റീവ് ആവുക. അമ്മൂമ്മ റീൽസ് കണ്ടോണ്ടിരിക്കുക. അമ്മൂമ്മ എന്റെ എന്ത് റീൽസ് അമ്മ കാണാറ്? ഞാൻ കുട്ടികളെ കളി ഇതൊക്കെ കാണും. ചെറിയ കുട്ടികള് അവര് തല്ലുകൂടുന്നത്,
നല്ല രസം കാണാൻ അവരെ ഡ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുത്തുന്നത്, നമ്മളെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഇരുത്തുന്നുണ്ട് അവരെ. അപ്പൊ അങ്ങനെ തൊട്ടിട്ടും പിടിച്ചിട്ട് ആ കരയുന്നത് ചിലത് ചിരിക്കും, ചിലത് പാട്ട് പാടും, അങ്ങനത്തെ ഓരോന്ന്. ഫുള്ള് ആൻഡ്രോയിഡ് അമ്മായിയാണ്, അമ്മുമ്മയാണ് അമ്മായി. ആൻഡ്രോയിഡ് അമ്മുമ്മയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ന്യൂസ് കേൾക്കും, ന്യൂസെല്ലാം കേൾക്കും. ഫുൾ അപ്ഡേറ്റഡ് ആണ്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, മറ്റേ ആരായിരുന്നു, കാർത്തിക് സൂര്യന്റെ കല്യാണം കഴിഞ്ഞില്ലേന്ന് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ മറ്റേ പിന്നെ നമ്മുടെ കൃഷ്ണകുമാറിന്റെ കൃഷ്ണനെ പ്രസവിച്ചില്ലേ, ആ കുട്ടിയുടെ വ്ലോഗ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും. ഞങ്ങൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ കുഞ്ഞതായിട്ട് കണ്ടിട്ടുള്ളൂ. നോക്കുമ്പോ അമ്മേടെ അടുത്ത് നോക്കുമ്പോളേ വീഡിയോ ഫുള്ള് റെഡ്, മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഇരിക്കുക മൂപ്പര്. ഫുള്ള് കണ്ടില്ലേ അത്? അമ്മമ്മക്ക് ഞങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്താണ്? ഞങ്ങൾ ഫ്യൂച്ചർ ഇങ്ങനെ ഇതാവാൻ പോവല്ലേ. അമ്മേനെയും അച്ഛനെയും എല്ലാം സ്നേഹിക്കുക. ഇത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ് കേട്ടോ, എല്ലാവർക്കും ഉള്ളതാണ്. പറഞ്ഞു. പിന്നെ അവരെ അനുഗ്രഹത്താൽ എന്തും ചെയ്യുക, എന്നെ തന്നെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യരുത്. ഇത് എനിക്ക് പറയാനുള്ളത്. എന്നെ നോക്കിട്ട് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇഷ്ടത്തിലൊന്നും ചെയ്യാറില്ലേ. ഞാനൊക്കെ അമ്മമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ. പപ്പയും അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പിന്നെ എല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യണം. ചെയ്യാൻ പേജിന്റെ അടുത്തൊക്കെ തുറന്നു പറയണം. അപ്പൊ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യില്ല. അതെ, എല്ലാ കാര്യം വീട്ടിലൊക്കെ വന്ന് നമ്മളിങ്ങനെ ഇതേപോലെ സെറ്റപ്പ് അവിടെ ഉണ്ട്, കുറച്ച് സ്ഥലം അവിടെ ഇരിക്കും. ഇതെല്ലാരും ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും ഓരോ കാര്യം. ഇങ്ങനെ ഓരോ കോമഡികൾ പറയും, എന്നെ കളിയാക്കും, ജിപേച്ചിനെ കളിയാക്കും, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നല്ല രസമാണ്. അങ്ങനെ ഷെയർ ചെയ്യാം നമ്മള്. അങ്ങനെ വൈൻഡപ്പ് ചെയ്താരാ? വേറെ നമുക്ക് പറയണ്ടോ? എങ്ങനെയായിരുന്നു ഈ ഒരു അമ്മൂമ്മയുടെ ഒരു സെഷൻ? എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല, വീഡിയോ വരുമ്പോ കാണാം. അമ്മ നല്ല ഇഷ്ടപ്പെട്ട്. ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഗായ്സ്. അപ്പൊ ഇനി പുതിയ ഇങ്ങനത്തെ ഒരു വീഡിയോ വരിക വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. പിന്നെന്താ പേച്ചിക്ക് പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. ബായ് പറയാനാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ. ആരുടെ ചാനൽ? നിന്റെ ചാനൽ കേട്ടോ. നമുക്ക് 3 പേർക്കും ചാനലുകളുണ്ട്. എല്ലാരും അടിയിൽ ചാനൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര വ്ളോഗറാണ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഞാൻ പിന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടും. പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞാലും നമുക്ക് കാണുമ്പോ ഒരു സന്തോഷമാണ്. അപ്പൊ ആ ഒരു ഇന്റൻഷനിൽ ഇവന് കുറച്ചും കൂടി എന്നെക്കാളും കുറച്ചധികം ഫോളോവേഴ്സ്. കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ യൂട്യൂബ് വെച്ച് നോക്കുമ്പോ നമ്മള് ഒന്നുമല്ല. അത് ശരിയാ. നമ്മള് നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. നമ്മള് കഷ്ടപ്പെടും. ഫാമിലി ഫുൾ ഓണാണ് അല്ലെ ഇങ്ങനത്തെ പരിപാടി. എല്ലാ കാര്യം എന്താ അങ്ങനെ ചെയ്യരുത് എന്ന് പറയൂല. അതാണ്, അതുകൊണ്ട് നമ്മള് ചെയ്യും. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ പേജിന്റെ ചാനൽ. അപ്പൊ സീ യു, ടേക്ക് കെയർ, ബൈ. നമ്മ ബൈ കൊടുക്ക്. ബൈ 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 ബൈ.